ഹലോ, ഫ്രൈഡേ ഫ്ലെയിമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ദാൽ കറിയാണ്. അതിനായിട്ട് എടുത്തിരിക്കുന്നത് 1/2 കപ്പ് മസൂർ ദാലാണ്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചെറിയ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളി, 4-5 വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, 4 പച്ചമുളക്, ഒരു നാരങ്ങയുടെ പകുതി. ഇനി ഇതിനായിട്ട് വേണ്ടുന്ന മസാലപ്പൊടികൾ: കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കായത്തിൻ്റെ പൊടി, പിന്നെ ജീരകം. ഇനി ഇത് താളിക്കാനായിട്ട് കടുക്, ജീരകം, പെരിഞ്ജീരകം, പിന്നെ വറ്റൽമുളക്. ഇനി ഒരു 2 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടി നമ്മൾ താളിക്കുന്ന സമയത്ത് ചേർക്കാറുണ്ട്. കായത്തിൻ്റെ പൊടിയും മുളക് പൊടിയും നമുക്ക് താളിച്ച് ചേർക്കുകയും ചെയ്യാം, അല്ലെങ്കിൽ ദാലിലേക്ക് ഡയറക്റ്റ് ചേർക്കുകയും ചെയ്യാം. ഞാൻ താളിക്കുന്നതിൻ്റെ കൂട്ടത്തിലാണ് ചേർക്കാറ്. ഇനി കുക്കറിലേക്ക് കഴുകി വൃത്തിയാക്കിയ ദാല് ഇട്ട് കൊടുക്കുക. ഇനി ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി അതിലേക്ക് ജീരകം ചേർത്ത് കൊടുക്കുക, മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കുക. ഇനി അത് അരിഞ്ഞു വച്ചിരിക്കുന്ന പച്ചക്കറികൾ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കുക. അരമുറി നാരങ്ങയുടെ നീര് അതിലേക്ക് ചേർത്ത് കൊടുക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഇനി കുക്കർ അടച്ച് വെച്ച് വേവിക്കുക. ദാലൊക്കെ നല്ല രീതിയിൽ വെന്ത് വന്നിട്ടുണ്ട്. തിക്കായിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമുക്ക് ആവശ്യമുള്ള രീതിയിൽ കുറച്ചുകൂടി വെള്ളം ചേർത്ത് ലൂസാക്കി എടുക്കുക. ഇനി ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. സൺഫ്ലവർ ഓയിലോ മറ്റേതെങ്കിലും വെജിറ്റബിൾ ഓയിലോ ആണ് യൂസ് ചെയ്യാനുള്ളത്. വെളിച്ചെണ്ണ യൂസ് ചെയ്യരുത്. നമ്മളിപ്പോൾ ഏതെങ്കിലും നോർത്ത് ഇന്ത്യ റെസ്റ്റോറൻറ്റിലൊക്കെ ചെല്ലുമ്പോൾ അവിടെ ഏത് കറികൾ കൊണ്ടുവന്നാലും നമുക്ക് എണ്ണ നന്നായിട്ട് തെളിഞ്ഞ് മുകളിൽ നിൽക്കുന്നൊക്കെ രീതിയിലായിരിക്കും എണ്ണ യൂസ് ചെയ്യുന്നത്. കടുകെണ്ണ അങ്ങനെയൊക്കെയുള്ള എണ്ണകൾ യൂസ് ചെയ്യാറുണ്ട് സാധാരണ. നമുക്ക് പക്ഷേ സൺഫ്ലവർ ഓയിലിൻ്റെ ടേസ്റ്റ് ആയിരിക്കും കുറച്ചും കൂടി നന്നായിട്ട് തോന്നുക. പാനിലെ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ താളിക്കാൻ എടുത്ത് വെച്ചിരിക്കുന്നവ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. ഇനി താളിക്കാൻ ഇട്ടവ എല്ലാം മൂത്ത് വരുമ്പോഴേക്കും നമുക്ക് കായപ്പൊടിയും മുളക് പൊടിയും അതിലേക്ക് ചേർത്ത് കൊടുക്കാം. കുക്കറിലേക്ക് താളിച്ചതെല്ലാം കൂടി ഇട്ട് കൊടുക്കുക. ഇനി അതിൻ്റെ മുകളിലേക്ക് മല്ലിയില ചോപ്പ് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കുക. അപ്പം നമ്മുടെ ദാല് കറി തയ്യാറായിട്ടുണ്ട്. ചോറിനും ചപ്പാത്തിക്കും ഒക്കെ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ദാല് കറിയാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.